ശ്യാമപ്രസാദ് മുഖർജിയുടെ മരണം ദുരൂഹ സാഹചര്യത്തിലുള്ള മരണം എന്തുകൊണ്ട് അഭിലാഷേ അങ്ങനെയാണ് റിപ്പോർട്ട് എന്തുകൊണ്ട് അന്വേഷിച്ചില്ല എന്തുകൊണ്ട് അതിൽ അന്വേഷിച്ചിട്ട് ആധികാരികമായിട്ട് റിപ്പോർട്ടിനാണ് മറുപടി പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു ഈ വിഷയം ചർച്ച എടുക്കാൻ നിങ്ങൾക്ക് ധൈര്യം കാണിക്കുക കാര്യം ചർച്ച ഞങ്ങൾക്കെതിരാണ് ഞങ്ങൾ ചർച്ച നടത്തുന്നേ ഞങ്ങൾ ആ ചർച്ച ആസ്വദിച്ച് ആ ചർച്ചയിൽ പങ്കെടുക്കുകയുള്ളൂ അല്ല ഞങ്ങൾ അഭിലാഷിന്റെ നേരെ ഇന്നോവ ഇടൂല. പണ്ട് ONV കുറിപ്പ് എഴുതിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് ഗാന്ധി വധത്തെ തുടർന്ന് RSSകാരായ ഗണവേഷധാരികൾ മധുരം കിഴക്കേക്കോട്ടയിൽ വിതരണം ചെയ്യുന്ന സമയത്ത് അവരെ നേരിടാൻ വേണ്ടി അങ്ങോട്ട് കുതിച്ചു പോയ കാര്യം മലയാളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കവിയാണ് ONV. ആ ഗാന്ധി മരിച്ചപ്പോൾ ഗാന്ധിയെ കൊന്നപ്പോൾ മധുരം വിതരണം ചെയ്ത ആളുകളുടെ പിന്മുറക്കാർ അതേ സ്പിരിറ്റ് കാണിക്കുന്നതാണോ? അല്ല അഭിലാഷ് അങ്ങനെയൊക്കെ ചോദിച്ചാൽ ONV കുറുപ്പ് സാർ ഒരു ഇടതുപക്ഷ സഹയാത്രികനായിരുന്നു. അദ്ദേഹം ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിച്ചിട്ടുള്ള ആളാണ്. അല്ല സത്യമാവണമെന്നില്ലല്ലോ. ഞാൻ അദ്ദേഹം ഇടതുപക്ഷക്കാരനാണെന്ന് പറഞ്ഞാൽ തർക്കമില്ല എന്ന് പറയാൻ പോലും സമ്മതിക്കില്ലല്ലോ അഭിലാഷ്. ഞാൻ പറഞ്ഞോട്ടെ അദ്ദേഹം മത്സരിച്ചിട്ടുണ്ടെന്നുള്ളത് അത് ഫാക്ട് ആണല്ലോ. ഞാൻ അതല്ലേ പറഞ്ഞുള്ളൂ. അഭിലാഷ് അതിനിടയ്ക്ക് എതിർക്കാതെ ഇന്ത്യ ഒരു ഹിന്ദു മജോറിറ്റി രാജ്യമാണ്. 80% ഹിന്ദുക്കളുള്ള രാജ്യത്ത് ഒരു റൈറ്റ് വിംഗ് ഹിന്ദു മജോറിറ്റി ഗ്രൂപ്പ് വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബിൽഡ് ചെയ്യുന്നു. പതുക്കെ അവർ രാഷ്ട്രീയ അധികാരം നേടുന്നു. അപ്പോൾ രാജ്യത്തുള്ള ഭരണഘടനാ മിഷണറി പിടിച്ചെടുക്കുന്നു. കേരളത്തിൽ ഹിന്ദുക്കളാണല്ലോ കൂടുതലും. 50 അടുപ്പിച്ചുണ്ട്. 50-51% ഉണ്ട്. കുറച്ചുകൂടെ കുറയുമായിരിക്കും ഒരു പക്ഷേ. കേരളത്തിൽ BJP അല്ലല്ലോ ഭരിക്കുന്നത്. അതാണ് ശ്രീനാരായണ ഗുരുവിന്റെ ഒക്കെ കാര്യം നേരത്തെ പറഞ്ഞില്ലേ. കേരളം കുറെ കൂടി സോഷ്യലി അവെയർ ആയിട്ടുള്ള പൊളിറ്റിക്കൽ സോഷ്യലി അവെയർ ആയിട്ടുള്ള സ്ഥലത്താണ് സത്യസരണി അവിടെ ലവ് ജിഹാദ് ട്രെയിനിങ് കൊടുക്കുന്നത് കേരളത്തിൽ. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും കൊണ്ടുവന്ന് സോഷ്യലി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, സോഷ്യലി അല്ലല്ല പശ്ചിമ ബംഗാൾ സോഷ്യലി അവെയർ ആയിരുന്നോ അല്ലയോ? കേരളത്തിന്റെ അത്ര അല്ല. ത്രിപുരയോ? ത്രിപുരയൊക്കെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് അല്ലേ? കേരളം ഒരു പൈതൃകം എന്ന് പറയുന്നത് നവോത്ഥാന പ്രസ്ഥാനം. പശ്ചിമ ബംഗാളിൽ കാര്യം പറഞ്ഞു അയ്യങ്കാളിയെ അഭിലാഷ് പറയുന്നത് നിങ്ങൾ 35 കൊല്ലം ഭരിച്ച പശ്ചിമ ബംഗാൾ സോഷ്യലി അവെയർ ആയിരുന്നില്ലെന്നാണ് കേരളത്തിന്റെ ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അസഹിഷ്ണുത. പിണറായി വിജയൻ നവകേരള യാത്ര കാസർഗോഡ് തുടങ്ങിയിട്ട് അദ്ദേഹം തുടങ്ങിയതിന്റെ അടുത്ത പോയിന്റിൽ ഉൾപ്പെടെ കരിങ്കൊടി കാണിക്കാൻ നിന്ന രാജുവിന്റെ പാർട്ടി കോൺഗ്രസ്സുകാരെ തലക്കടിച്ച് പൊട്ടിച്ചില്ലേ? അഭിലാഷ്, ഗാന്ധിയുടെ സ്മൃതി നിലനിർത്താൻ വേണ്ടി ഏറ്റവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളല്ലേ. നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായതിനു ശേഷം ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ കൺവെൻഷൻ സെന്ററുകൾ ഒന്നായിട്ടുള്ളത് മഹാത്മാ മന്ദിർ അഹമ്മദാബാദിൽ കൊണ്ടുവന്നുകൊണ്ടാണ് ഞങ്ങൾ അതിന്റെ മുന്നേറ്റത്തിൽ ഞങ്ങൾ തുടക്കം കുറിച്ചത്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ ഇവിടെ. പിന്നെ ഒന്ന് ശ്രീ രാജു, ഞാൻ ഇന്ത്യയിലെ ഞങ്ങളുടെ സംഘടനകളുടെ ശക്തിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിനെ ഉദാഹരിക്കാൻ പോയത് പാകിസ്ഥാനിലേക്കാണ്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അതെ, പാകിസ്ഥാനിലെ അതെ കോൺഗ്രസിന് BJPയെ ചവിട്ടിത്താഴ്ത്തണം, ഞങ്ങളുടെ ഏതെങ്കിലും ഓർഗനൈസേഷനെ ചവിട്ടിത്താഴ്ത്തണം, നേരെ എക്സാമ്പിൾ എടുക്കുന്നത് പാകിസ്ഥാനിൽ നിന്നാണ്. ഇതാവസ്ഥ. പോയി ചത്തുടടാ. ശിവഗിരിയിൽ നരേന്ദ്രമോദി ഒരു OBC വിഭാഗത്തിൽപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹം വന്നിട്ട് പോയപ്പോൾ അവിടെ ഇനി ഒരാളും പോകരുത് എന്ന് പറഞ്ഞിട്ട് ചാണകം തളിക്കാനായിട്ട് ഉത്തരവിട്ടത് ആ ഒരു അധിക്ഷേപം ചൊരിഞ്ഞത് നിങ്ങളുടെ നേതാക്കന്മാരല്ലേ? അന്ന് ആരായിരുന്നു കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്? ഞാനിപ്പോൾ അദ്ദേഹം പൊതുപ്രവർത്തനം സജീവമല്ലാത്തതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. ആരായിരുന്നു? നരേന്ദ്രമോദി തൃശ്ശൂർ വന്നിട്ട് പോയപ്പോഴേക്ക് യൂത്ത് കോൺഗ്രസ്സുകാരല്ലേ അവിടെ ചാണകം തളിച്ചത്? ഞാൻ ചോദിക്കട്ടെ, എന്തൊരു അധിക്ഷേപമായിരുന്നു നിങ്ങൾ ചൊരിഞ്ഞത്? ഞങ്ങൾ അതൊന്നും തുഷാർ ഗാന്ധി ഇവിടെ കാണിച്ചില്ലല്ലോ. തന്റെ തന്തയല്ല എന്റെ തന്ത. അങ്ങ് പറയുന്നത് അവിടെ മഹേഷ് ഉൾപ്പെടെ കൗൺസിലറായിട്ടുള്ള ജനങ്ങൾ തിരഞ്ഞെടുത്ത മഹേഷ് ഉൾപ്പെടെയുള്ളവർ ഇരിക്കുന്ന വേദിയിൽ മഹേഷെ നീ പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷൻ ഈ രാജ്യത്തെ ക്യാൻസർ പടർത്തണം എന്ന് പറയുമ്പോഴേക്കും അതെ ഞാനത് സമ്മതിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നിശബ്ദമായിട്ട് പുറത്തിറങ്ങി പോകണമെന്നാണ് പറയുന്നത്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. വേദിയിൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ വേദിയിൽ വിയോജിപ്പിച്ചവർക്ക് അഭിലാഷ് ഇത്ര സമാനമായിട്ട് ഇവിടെ ഇരിക്കൂ. റോഡിൽ റോഡിൽ നിന്നു അവരുടെ പ്രതിഷേധ പ്രകടനം നടത്തി. വണ്ടി എടുത്തോണ്ട് പോയല്ലോ. വണ്ടി തടഞ്ഞെങ്കിൽ പോകില്ലായിരുന്നല്ലോ. വണ്ടി തടയാത്തോണ്ടല്ലേ അദ്ദേഹം അവിടെ പോയത്. പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. വണ്ടി ഞാൻ ചോദിക്കട്ടെ, ഒരു ഇന്നോവ അവിടെ നിൽക്കുന്നു, അതിന്റെ ഇത്ര മീറ്റർ ദൂരത്തിലാക്കി നിൽക്കാൻ പാടില്ലേ? അവിടെ നിന്ന് അദ്ദേഹം മുദ്രാക്കി പിടിച്ചു. വണ്ടി തടഞ്ഞേ പോകുമായിരുന്നു. പോവില്ല. പോലീസ് അറസ്റ്റ് ചെയ്തില്ലല്ലോ. അവരെ അറസ്റ്റ് ചെയ്യാതല്ലേ പോയത്?
ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. നിന്റെ വക്കോൽ അപ്പോൾ ഈ പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പൊ സമ്പത്ത് അദ്ദേഹം ആദ്യം പറഞ്ഞല്ലോ ഈ വിഷയം ചർച്ച നടത്താൻ വേണ്ടി മാതൃഭൂമി എടുത്തതിൽ മാതൃഭൂമിയുടെ ധൈര്യം ഞാൻ സമ്മതിച്ചിരിക്കുന്നു അദ്ദേഹം പറഞ്ഞു. CPM-നെതിരെയാണ് ഇങ്ങനെയുള്ള വിഷയമെങ്കിൽ ചർച്ച എടുത്ത് നടത്താനുള്ള ധൈര്യം നിങ്ങൾക്ക് കാണൂല. സ്വാഭാവികം. അദ്ദേഹം പറഞ്ഞത് അല്ല, ഞാൻ അദ്ദേഹത്തിനാണ് മറുപടി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു ഈ വിഷയം ചർച്ച എടുക്കാൻ നിങ്ങൾക്ക് ധൈര്യം കാണിക്കാം, കാര്യം ചർച്ച ഞങ്ങൾക്കെതിരാണ്, ഞങ്ങൾ ചർച്ച നടത്തുന്നേ, ഞങ്ങൾ ആ ചർച്ച ആസ്വദിച്ച് ആ ചർച്ചയിൽ പങ്കെടുക്കുകയുള്ളൂ, അല്ല ഞങ്ങൾ അഭിലാഷിന്റെ നേരെ ഇന്നോടൂല. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ, സഹിക്കല്ലാതെ എന്ത് ചെയ്യാ. ഇവരൊക്കെ പറഞ്ഞത് ഗാന്ധിവധം RSS. ഞാൻ ചോദിച്ചോട്ടെ കവി, മുൻ MP-യോട് ഞാൻ ചോദിക്കട്ടെ, അതിൽ 10 പ്രതികളുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു പ്രതി RSS-ഉമായിട്ടോ ഏതെങ്കിലും സംഘടനകളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഏതെങ്കിലും ഒരു പ്രതി ഉണ്ടെന്ന് പറഞ്ഞാൽ പരസ്യമായിട്ട് മാപ്പി ചോദിക്കാം, ഇല്ല. മറ്റൊന്ന് ശ്രീ രാജു പി നായരോട് ചോദിക്കട്ടെ. ശ്രീ രാജു, ചരിത്ര വസ്തുതകളുണ്ട്, അതിൽ നമുക്ക് ചർച്ച ചെയ്യാൻ പുതിയ പുസ്തകം പൊതിഞ്ഞു പിടിച്ചത് എന്ന് പറഞ്ഞത് കവി പറഞ്ഞപ്പോ ആസ്വദിച്ച് ഞാൻ വയസ്സുകളൊക്കെ തോനായില്ലേ, ഇനിയെങ്കിലും ഈ തറ വേലകളൊക്കെ നിർത്തി അവനെ എന്റെ ജോലികൾ ചെയ്ത് ജീവിക്കാൻ നോക്കട്ടെ. 10 പ്രതികൾ RSS ബന്ധമുള്ള ഒരാളുടെ പറ. 10 പ്രതികൾ ഒരാളായ ഗോപാൽ ഗോഡ്സെ, ഒരാളായ ഗോപാൽ ഗോഡ്സെ, അയാളുടെ ആത്മകഥ പുസ്തകം എഴുതിയിട്ടുണ്ട്. ഗോപാൽ ഗോഡ്സെ എന്നിട്ട് പറയണം ഞങ്ങളൊക്കെ വളർന്നത് RSS-ലാണ്. ഗോപാൽ ഗോഡ്സെ 10 പ്രതികൾ ഒരാളാണ്. ജഡ്ജ്മെന്റിൽ പറഞ്ഞിട്ടുണ്ടാകും പറഞ്ഞല്ലേ രാജു പി. ഞാൻ ചോദിക്കട്ടെ, അങ്ങ് ചോദിച്ചു 1949 മുതൽ ഞങ്ങളുടെ സംഘടന ഒരു 10-40 വർഷം അധികാരം കിട്ടിയില്ല. അതെ, അധികാരം ഞങ്ങൾക്ക് പിടിച്ചെടുക്കുക എന്നുള്ള വാശിയൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ ആശയം പ്രചരിപ്പിച്ച് മെല്ലെ മെല്ലെ കിട്ടിയാൽ മതി. ഇനി ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. വേറൊന്നും കൂടെ പറയാം, എന്തുകൊണ്ട് അധികാരം കിട്ടിയില്ല. അന്ന് വളരെ ശക്തമായിട്ട് വളർന്നുകൊണ്ടിരുന്നത് ദീനദയാൽ ഉപാധ്യായുടെയും ഡോക്ടർ ശ്യാമപ്രസാദിയുടെയും നേതൃത്വത്തിലായിരുന്നു. ഇവർ രണ്ടുപേരും ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടത് കോൺഗ്രസിന്റെ ഭരണകാലത്തായിരുന്നു. കൊല്ലപ്പെട്ടത് അല്ലല്ല, അത് ചർച്ച ചെയ്യുമ്പോൾ പ്രശ്നമാണ്. അതും ശരിയാണല്ലോ. വീണ്ടും എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചോ? ദീൻദയാൽ ഉപാധ്യായയുടെ മരണത്തെക്കുറിച്ച് ബൽരാജ് മധോക് ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ആർക്കെതിരെയാണ് ആരോപണം ഉന്നയിച്ചത്? അങ്ങ് പഠിച്ചു നോക്ക്. അന്ന് കോൺഗ്രസ് ഒക്കെയാണ് ഭരിച്ചത്. എന്തുകൊണ്ട് അന്വേഷിച്ച് പ്രതികളെ കണ്ടെത്തിയില്ല? ജുഡീഷ്യൽ കമ്മീഷൻ ഉണ്ടായിരുന്നു കോൺഗ്രസിന്റെ എന്തുകൊണ്ട് അന്വേഷിച്ച് ദുരൂഹ സാഹചര്യത്തിൽ മരണം അന്വേഷണ കമ്മീഷനെ വെച്ച് അന്വേഷിച്ചിട്ടുണ്ട്. എന്റെ ചോദ്യം ഉപാധ്യായയുടെ മരണത്തെക്കുറിച്ച് ദീൻദയാൽ ജനസംഘം കെട്ടിപ്പിടിച്ച ബൽരാജ് മധോക് ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ബൽരാജ് മധോക്കറല്ലോ, കോൺഗ്രസിന്റെ ഭരണകൂടം എന്തുകൊണ്ട് അന്വേഷിച്ച് പ്രതികളെ കണ്ടെത്തിയില്ല? ഒരു മര്യാദ വേണ്ടേ? ശ്യാമപ്രസാദ് മുഖർജിയുടെ മരണം ദുരൂഹ സാഹചര്യത്തിലുള്ള മരണം എന്തുകൊണ്ട് കോൺഗ്രസ് അഭിലാഷേ അങ്ങനെയാണ് റിപ്പോർട്ട്. എന്തുകൊണ്ട് അന്വേഷിച്ചില്ല? എന്തുകൊണ്ട് അതിൽ അന്വേഷിച്ചിട്ട് ആധികാരികമായിട്ട് റിപ്പോർട്ട് വന്നില്ല? കയ്യിന്ന് പോയടാ ചാർലി.